ഹായ് ഹലോ എല്ലാവർക്കും 16ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ കിച്ചൻ്റെ പ്രശ്നമായിട്ടാണ് തുടങ്ങിയത്. ആസ് യൂഷ്വൽ അതിൻ്റെ അകത്ത് നമ്മുടെ അനീഷിൻ്റെ ഭാഗത്തും അക്ബറുടെ ഭാഗത്തുമാണ് ശരി. നമ്മുടെ ശരത്തും അനുമോളും ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഇത്ര നാരങ്ങ ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഇത്ര കുറവാണ്, ആരാണ് എടുത്തത്? ആർക്കും ഉത്തരവില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡ്രാമയായിട്ട് നമ്മുടെ ഷാനവാസ് വരുന്നുണ്ട്. ഇന്നലെ ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഒളിച്ച് കഴിക്കുന്നത് രേന ഫാത്തിമയാണ്, അത് ഞാൻ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും പറയുന്നില്ല ഞാനാണ് പിന്നെ ഓറഞ്ച് എടുത്ത് കഴിച്ചത് എന്ന്. രേന ഫാത്തിമ സമ്മതിച്ചു, അതായത് ഞാനാണ് ഒളിച്ചു വെച്ചത്, പക്ഷെ അത് കുറേ പേർക്കൊക്കെ കൊടുത്തിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടുപേരും, രേന ഫാത്തിമയും പറയുന്നുണ്ട്, നമ്മുടെ ഷാനവാസും പറയുന്നുണ്ട് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ എല്ലാവർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ ആ എല്ലാവർക്കും കൊടുക്കാത്തവർ ഇവരെ കള്ളെന്ന് വിളിക്കുന്നത് തെറ്റില്ല. സോ ഷാനവാസ് ഇതിന് സമ്മതിക്കാം, അതായത് ഷാനവാസാണ് ഈ നാരങ്ങ മുറിച്ച് കൊടുത്തത് എന്ന്. പക്ഷെ അത് പുള്ളി പറയുന്നതുമില്ല. അപ്പം ആ ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അക്ബർ ഇന്ന് ചെയ്തത്. അത് നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്തു. അത് പിന്നെ ഷാനവാസ് ഒട്ട് സമ്മതിക്കാത്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അതാണ് ഷാനവാസ് വളച്ചൊടിക്കാൻ മിടുക്കനാണ്. അത് തന്നെ ആദ്യം പറയട്ടെ. സോ അത് സംഭവിച്ചു. അപ്പം രേന ഫാത്തിമേൻ്റെ കൂടെ അക്ബർ നിൽക്കുന്നുണ്ട്, പിന്നെ ഷാനവാസിന് പഞ്ഞിക്ക് ഇടുന്നതുമുണ്ട് അക്ബർ. അതിനുശേഷം എനിക്ക് സങ്കടകരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്രയും അടിപൊളിയായിട്ട് കണ്ടൊരു ക്യാരക്ടറാണ് അപ്പാണീൻ്റേത്. എന്തിനാണ് ഈ ഷാനവാസ് ഇട്ട് പൂട്ടിയ പൂട്ടിലേക്ക് വീഴാൻ നിൽക്കുന്നത് എന്നാണ് എനിക്ക് അപ്പാണീനോട് ചോദിക്കാനുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RJ ബിൻസിയും ഷാനവാസും നമ്മുടെ അപ്പാണിയും തമ്മിൽ നല്ലൊരു റിലേഷനായിരുന്നു. അത് എന്താ പറയുക, ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു ഫാദർഹുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൻ വിളിക്കുന്നത് പോലെയാണ് പിന്നെ നമ്മുടെ അപ്പാണി ശരത്ത് വിളിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു ഇമോഷൻ ബിൻസിക്ക് കണക്റ്റ് ആയിട്ടാണ് ആ ബിൻസി ഇറങ്ങിപ്പോകുന്ന ദിവസം അത്രയും സ്നേഹപ്രകടനം നടത്തിയത്. പക്ഷേ നമ്മുടെ അപ്പാണി ശരത്തിൻ്റെ മൈൻഡിൽ ഇത് വേറെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നുള്ളൊരു പേടി. അത് ശരിക്കും പറഞ്ഞ ഷാനവാസ് മുതലെടുക്കുകയാണ്, നമ്മുടെ വരിഞ്ഞു മുറുക്കുകയാണ് ശരത്തിനെ. അത് ഒരിക്കലും നല്ലതല്ല. ആ കുരുക്കിൽ വീണിട്ടുണ്ടെങ്കിൽ ശരത്തിനൊരു വിമോചനം ഭയങ്കര പാടാണ്. ക്യാരക്ടറിൻ്റെ ആ ഒരു ഹൈപ്പിൻ്റെ ഒരു ഇമേജ് തന്നെ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. സോ അക്ബറാണ് ഇതിനെല്ലാം എന്താ പറയുക, കീ കൊടുക്കുന്ന പാവയായിട്ടാണ് ശരത്തിനെ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. ഇപ്പം ഷാനവാസ് എന്ത് ശരത്തിനെക്കുറിച്ച് പറഞ്ഞാലും ആൾക്കാർക്ക് വിശ്വസിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അത് നമ്മുടെ ശരത്ത് കാരണമാണ് സംഭവിക്കുന്നത്. ശരത്ത് ഇനിയും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോവും, മിക്കവാറും എലിമിനേറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പം നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്നവർ ഒന്ന് അക്ബറും ഒന്ന് ഷാനവാസുമാണ്. പക്ഷേ ഈ അക്ബർ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കാത്തത്? പലതും അക്ബർ അറിയുന്നില്ല എന്ന് തോന്നുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എനിക്ക് നല്ലൊരു ഗെയിമേഴ്സായിട്ട് തോന്നുന്നത്, പറയേണ്ട കാര്യങ്ങൾ പറയുന്ന അനീഷ്, അനുമോൾ, അക്ബറാണ്. ഷാനവാസ് ഒരു ഡേറ്റി ഗെയിമാണ് കളിക്കുന്നത്, പക്ഷേ ഗെയിമാണ് കളിക്കുന്നത്, അങ്ങനെയും നമുക്ക് പറയേണ്ടി വരും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആര് വിജയിക്കുന്നു എന്നതാണ്. സോ ഇപ്പോഴും ഞാനൊരു ടൈറ്റ് കോമ്പറ്റീഷനായി കാണുന്നത് അക്ബറും ഷാനവാസുമാണ്. അതിലാര് വിജയിക്കും എന്ന് കാണാം. അതിൻ്റെ ഇടയിൽപ്പെട്ട് നമ്മുടെ അപ്പാണി ശരത്ത് താഴേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഈ നന്മമരം കാണിച്ച് അപ്പാണി ശരത്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ 50 ദിവസം പോലും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി PR വർക്ക് കൊണ്ടൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് പോയേക്കാം. പക്ഷേ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നല്ല ഒരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് കളിച്ചൊരു ഗെയിമാണ്. ബിഗ് ബോസ് കളിച്ചൊരു ഗെയിം എന്ന് പറയുന്നത്, പണിപ്പുര ടാസ്ക് 2 ടീമായി തിരിച്ച് A and B എന്ന ടീമായിട്ട് തിരിച്ചിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഒരു കളി കളിക്കുന്നുണ്ട്. അത് വേറൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാധനം എടുക്കാൻ പോകുമ്പം ആ ടീമിന് വേണ്ടിയുള്ളതായിട്ട് എടുക്കണം. സോ മറ്റേ ടീമിന് കിട്ടില്ല. അപ്പം 2 ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ടീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു പ്രശ്നമായി മാറാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ബിഗ് ബോസും ഗെയിം കളിക്കുന്നുണ്ട്, കൂടാതെ ഷാനവാസും അക്ബറും തമ്മിലുള്ളൊരു മൈൻഡ് ഗെയിം വരുന്നുണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാവുമെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.